കയ്യൊക്കെ സുഖായി വന്നല്ലേ? സാറ ഇവിടെ എങ്ങും ഇല്ലല്ലോ. എന്താ എബിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ല. എബിൻ നാളെ നീ ഫ്രീ ആണെങ്കിൽ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരുമോ? അവിടെന്താ? എന്റെ മമ്മ വിളിച്ചിരുന്നു എബിന ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്. നിനക്കെന്തോ സ്പെഷ്യൽ ആയിട്ട് മമ്മി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഫുഡ് ഐറ്റംസ്. അയ്യോ അത് പിന്നെ ഞാൻ നോക്കട്ടെ. അതെന്താ എബിൻ? ആക്ച്വലി എനിക്ക് ഇവിടെ ആരും പരിചയമല്ല, നിന്നെ മാത്രമേ എനിക്ക് ശരിക്കും അറിയത്തുള്ളൂ. അപ്പൊ നിന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഞാൻ വരാം. രാവിലെ വരണേ? രാവിലെയോ? അതിനെന്താ, പ്ലീസ് എബിൻ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആ ഞാൻ വന്നോളാം. പക്ഷേ എബിൻ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? അവളുണ്ടല്ലോ സാറ, അവള് വരണ്ട. അവളെ ഒരിക്കലും കൂട്ടാൻ പാടില്ല, നീ ഒറ്റക്ക് വന്നാ മതി. അവളോട് എന്തിനാ എപ്പോഴും ശത്രുത കാണിക്കുന്നേ? അവള് ആക്ച്വലി പാവാ. പാവം, വായിൽ വെല്ലിട്ടാ കടിക്കൂല അവള്. അല്ല പിന്നെ എബിൻ, അവളെ എനിക്ക് ഇഷ്ടമല്ല. നിന്നോട് സംസാരിക്കുന്നത് അവൾക്ക് എന്തോ. എപ്പോഴും എന്നെ വഴക്ക് പറയോ എബിനോട് എന്തിനാ നീ സംസാരിക്കുന്നേന്ന്. എബിൻക്ക് ഞാൻ നിന്നോട് സംസാരിക്കുന്ന വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ. ഇല്ല ജൂലി, എനിക്ക് എന്ത് കുഴപ്പം? എന്നാ ശരി, നാളെ എന്തായാലും വരണേ. എന്തായാലും വരൂ. ഇതെങ്ങാനും സാർ അറിഞ്ഞാണ്ടല്ലോ 2 കഷ്ണ കുഞ്ഞെ. നാളെ ജൂലിന്റെ വീട്ടിക്ക് എബിൻ പോവും. ഇക്കാര്യം സാറയ്ക്ക് അറിയത്തില്ല. അറിഞ്ഞാൽ അത് പൊളിക്കും. അതെ അതെ, പക്ഷെ അത് എബിൻ സാറയോട് നേരിട്ട് പറയൂല. അതെ, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ട്രൈ ചെയ്ത് നമ്മൾ ഈ അവസ്ഥയിലായിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? ഇനിയും ട്രൈ ചെയ്യുന്നേ. എബിനെയും സാറയും പിരിക്കാനില്ല ഏതറ്റവും ഞാൻ പോവും. എനിക്ക് ജൂലിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല ഞാൻ അവളെ പിറകെ നടക്കുന്നത്. എബിനെയും സാറയും തോൽപ്പിക്കാന് വേറൊരു വഴി ഞാൻ കാണുന്നില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ മോഡൽ എക്സാമാ. പേടിയാവുണ്ട്. അത് കഴിഞ്ഞ് നേരിട്ട് പബ്ലിക് എക്സാമോ. ഇനി റിലാക്സ് ചെയ്യാനൊന്നും സമയമില്ല. നാളെ എബിനെയും കൂട്ടി ബീച്ചിൽ പോയാലോ? ഒന്ന് റിലാക്സ് ആവാനാ. ഇനി സമയം കിട്ടില്ലല്ലോ. എബിൻ, എന്താ സാറാ? നമുക്ക് നാളെ ബീച്ചിൽ പോയാലോ? ബീച്ചിലോ? അതിപ്പോ എന്താ അങ്ങനെ ഒരു ആഗ്രഹം? ഒന്ന് റിലാക്സ് ആവാനാ. നമുക്ക് പോവാനേ. അയ്യോ, നാളെ ജൂലിന്റെ വീട്ടിക്ക് പോണ ദിവസല്ലേ. അതെങ്ങാനും സാറയോട് പറഞ്ഞ തീർന്ന്. എന്ത് ചെയ്യും എബിൻ? വരാന്ന് പറയാം. എങ്ങനെങ്കിലും എത്താൻ ശ്രമിക്കാം നമുക്ക്. എബിൻ, പോവാം. എന്നാ പിന്നെ ഒരു വൈകുന്നേരം 3-3:30 ആകുമ്പോ പോവാം. എന്നാ ശരി എബിൻ, നമുക്ക് നാളെ കാണാം. കാണാം. ശരി എന്നാ. ശരി. ഒരു 3-3:30 ആകുമ്പോത്തിന് അവള് വീട്ടിൽ നിന്ന് എത്തുമായിരിക്കും അല്ലേ? ഉച്ചക്ക് രാവിലത്തെ ഫുഡല്ലേ. പെട്ടെന്ന് ജൂലിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കണം. ദേ ജൂലി വിളിക്കുന്നു. ഹലോ, ഫുഡ് കഴിച്ചോ? ഇല്ല ജൂലി, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. നാളെ മറക്കല്ലേ, നേരത്തെ വന്നോണ്ടി. വരൂ. പിന്നെന്താ? പിന്നെ ഒന്നുമില്ല. എന്താ അമ്മേ? എന്ത് പറ്റി? എന്നെ അമ്മ വിളിക്കണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ. ഹോ, നാളത്തെ സമയത്തിന് നല്ല വിലയുണ്ട്. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിയ തീർന്നു. ആരാ ഫോൺ വിളിക്കുന്നേ? 10:30യോ? ഹലോ ജൂലി, എവിടെ നീ? ഞാൻ പോന്നുകണ. 5 മിനിറ്റുള്ളിൽ എത്തൂ. വേഗം വാ. 5 minutes later. ഹോ, എണീച്ചോ? ഞാനേ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. മൂത്രമൊഴിക്കാൻ പറയാന്. അല്ലെങ്കിൽ നീ ബെഡിലങ്ങ് മൂത്രമൊഴിച്ച് കളയും. അത്രയ്ക്ക് നേരായിട്ടാണ് അവന്. രാത്രി പണി. സോറി അമ്മേ. രാത്രി ഫോണും കളിച്ചിരുന്നോളൂ. രാവിലെ എണീക്കാനും നേരം വൈകോ. ഒരുങ്ങിക്കട്ടി എങ്ങോട്ടാ പോണേ? ഫ്രണ്ടിന്റെ വീട്ടിലോട്ട്. ഫുഡ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ അമ്മേ, ഇപ്പഴേ ലേറ്റ് ആയി. ഇനിയും കൂടി ലേറ്റ് ആയാല് ഇന്ന് ഫ്രണ്ടിന്റെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞതാ, അതുകൊണ്ടാ. ബ്രേക്ക്ഫാസ്റ്റോ? എപ്പഴാ ഇനി ബ്രേക്ക്ഫാസ്റ്റ്? അവര് വിചാരിക്കും ഇന്ന് ഇപ്പഴ എണീക്കുന്നേനാ. മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാൻ നോക്ക. അയ്യോ അമ്മ, വേണ്ട, എനിക്കിപ്പോ വിശപ്പില്ല. രാത്രി ഉച്ചക്ക് വൈകുന്നേരക്ക് നമ്മൾ പറയും വിശപ്പില്ലാന്ന്. എണീച്ച ഉടനെ വിശപ്പില്ലാന്നോ? നീ കഴിച്ചിട്ട് പോയാ മതി ഫുഡ്. ഞാൻ പോവാണേ. കുറച്ച് സമയം പിടിക്കും ഇന്ന് വീട്ടിലേക്ക് വരാന്. ഒരു ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ടെങ്കിൽ വീട്ടിൽ അവനെ കാണത്തില്ല. 1 hour later. എന്റെ അമ്മോ, എന്തൊരു വലിയ വീടാ. ഇവിടെ ഇത്ര റിച്ച് ആയിരുന്നോ? എബിൻ, ഇരിക്കൂ. അമ്മി, ജ്യൂസ് കൊടുക്ക. ഞാൻ പറയാം. സാർ, ജ്യൂസ്. അതൊന്നും വേണ്ട. എന്താ എബിൻ, ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ജ്യൂസ് ഒന്നും കുടിക്കാതെ? കുടിക്കും മോനെ. ഓക്കെ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്ക്. എബിൻ, എങ്ങനെയുണ്ടത്? വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടായി. ആണോ? ഞാനുണ്ടാക്കിയതാ. ഓ,
നന്നായിട്ടുണ്ട്. എബിൻ നമുക്കിന്ന് ഫുഡ് കഴിക്കാം. അയ്യോ ജൂലി, എന്താ? ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയല്ലോ. അതാണോ? അതൊന്നും കുഴപ്പമില്ല. സോറി ജൂലി, അമ്മ എന്നെ ഫുഡ് കഴിപ്പിക്കാതെ ഇങ്ങോട്ട് വിട്ടില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ വന്നേ. എന്റെ വയറ് ഫുള്ളാ. എന്ത് പണി ഇവൻ കാണിച്ചത്? എന്തത് മോളെ ഇത്? നീ പറഞ്ഞൊരു കഷ്ടപ്പെട്ട് ഉണ്ടാക്കിപ്പിച്ചത് അതൊക്കെ. ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? എബിൻ കുറച്ചെങ്കിലും കഴിക്കോ? മോനെ, നിനക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് കുറെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അയ്യോ സോറി ആന്റി, അത് പിന്നെ. ആന്റി വിളിക്കണ്ട, മമ്മീനെ വിളിച്ചാ മതി. ഇനിയിപ്പോ കുഴപ്പമില്ല, ഉച്ചക്കത്തെ ഫുഡ് നീ കഴിക്കല്ലോ. ഭാഗ്യം, ഉച്ചക്കത്തെ ഫുഡ് അവൻ കഴിച്ചില്ലല്ലോ. A few minutes later. ഇതൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? അതെ എബിൻ, ഇതെല്ലാം നിനക്കുള്ളതാ. അല്ല, നിങ്ങളൊക്കെ എന്താ ആരും ഇരിക്കാത്തെ? ഇരിക്ക്. എടി ജൂലി, അവിടെ പോയിട്ട് ഇരിക്കുക അവന്റെ കൂടെ. ശരി മമ്മി. അവൻ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അവന്റെ പ്ലേറ്റിലോട്ട് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കേ മമ്മി. മമ്മി എന്താ ഇരിക്കാത്തെ? ഞാൻ പിന്നെ ഇരുന്നോളാം. എബിൻ കഴിക്ക്. ആക്ച്വലി ഇതിൽ ഏതാ എനിക്ക് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ഫുഡല്ലേ ഇയാളുടെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അയ്യോ, ഇത് മമ്മി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതൊന്നല്ല, ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാ. ഞാൻ എന്റെ മമ്മിയെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. നീ അതിന്റെ ഇടയിൽ പഠിക്കുന്നുണ്ടല്ലോ. ഹോ, എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നേ? അതൊക്കെ ഈസിയാ. കുറച്ച് ബിരിയാണി എടുക്കട്ടെ? എന്താ വേണ്ടത്? ഓക്കെ, ബിരിയാണി എടുത്തോ. ശരി. അയ്യോ, ഇത്രയൊന്നും വേണ്ട, ബിരിയാണി കുറച്ചു മതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല, മുഴുവൻ കഴിച്ചിരിക്കണം. അയ്യോ ജൂലി, നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാനല്ലേ, എല്ലാം കുറേശ്ശെ കുറച്ച് കഴിച്ചൂടെ? അങ്ങനെ. 1 hour later. ഇതാണ് എബിൻ എന്റെ റൂം. എങ്ങനെയുണ്ട് എബിൻ ഇത്? എനിക്കിത് ഭയങ്കര ഇഷ്ടാ. നിനക്ക്? അത് ശരി, സാരക്ക് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. ഫോണായി തന്നെ. എന്താ എബിൻ ഇത്? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് സംസാരിക്കാതെ അവളോട് ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കണേ? അയ്യോ സോറി, ഞാനത് അവള് മെസ്സേജ് അയച്ചോണ്ടാ. സോറി സോറി സോറി. നീ എന്താ പറഞ്ഞു വന്നത്? അയ്യോ സോറി ജൂലി, ഞാൻ സോറി പറഞ്ഞില്ലേ. ഓ, ഇതാണോ നിന്റെ റൂം? അമേസിങ്. ഞാനൊരു മിൽക്ക് ഷേക്ക് പറയട്ടെ? അയ്യോ, അതിന്റെ ഒക്കെ എന്താ ആവശ്യമുള്ളത്? ഇപ്പോഴല്ലേ ഫുഡ് കഴിച്ചത്. എന്നാലും ആദ്യമായിട്ട് വീട്ടിൽ വരല്ലേ? അയ്യോ, ഒറ്റ ദിവസം കൊണ്ട് എന്നെ തടിയനാക്കുവോ? ഇല്ല ഇല്ല. സമയം 2 മണിയായി. അതിനെന്താ? എനിക്ക് പോണം. എന്താ എബിൻ ഇത്? നീ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാ ഇവിടേക്ക് വന്നത്. ഇപ്പൊ നീ നേരത്തെ പോവാണോ? എന്താ എബിൻ, കുറച്ചു നേരം കൂടി ഇരിക്കുക. ആദ്യമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി. എനിക്ക് വേണ്ടിട്ട് ഫുഡും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നു. നിനക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞാ പോരായിരുന്നു നിന്നെ വീട്ടിലേക്ക് വിളിക്കണ്ടെന്ന്. അയ്യോ സോറി ജൂലി, കുറച്ച് സമയം കൂടി നിക്കാം. കുറച്ച് സമയം കൂടി, വൈകുന്നേരം പോയാ മതി. ഇല്ല, വൈകുന്നേരം പോകാൻ പറ്റത്തില്ല. ഒരു 3-3:30 ആകുമ്പോ ഞാൻ ഇവിടുന്ന് പോവും. എന്നാ പൊക്കോ. അല്ല പിന്നെ, ഇതൊരുമാതിരി ഞങ്ങൾ അപമാനിക്കുന്ന തുല്യാണ്. എനിക്ക് വേണ്ടിട്ടാ ഞങ്ങൾ ഈ ഒരു ദിവസം തന്നെ ചെലവാക്കിയത്. അപ്പൊ നിനക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? പൊക്കോ. ഇനിയിപ്പോ ഞാൻ വല്ല ചെയ്ത പോലെ ആവും. ഫസ്റ്റ് ടൈം സ്കൂളിൽ വന്ന സമയത്ത് ഞാൻ നിന്നെയാ കണ്ടത്, പരിചയപ്പെട്ടതും സംസാരിച്ചതും. ഞാനും ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയില്ല, നീ ഒഴികെ. ഇതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചതും. കുറച്ചു നേരം നിനക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല പറഞ്ഞാല് എന്താപ്പോ? പ്ലീസ് എബിൻ, നല്ല എബിനല്ലേ. എനിക്ക് ആരുമില്ല സ്കൂളില്. എന്താ ഞാൻ ചെയ്യാ? ചെകുത്താന്റെ കടലിലെ നടുവിൽ പെട്ട അവസ്ഥ. ഇവളിങ്ങനെയൊക്കെ പറയുമ്പോ എങ്ങനെ പോവാൻ തോന്നുക? ഒരത്തിന് സാറ എന്നെ കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യും. എന്താ എബിൻ ആലോചിക്കുന്നേ? ശരി, എനിക്കറിയായിരുന്നു എബിൻ ഇത് സമ്മതിക്കുന്ന. ഒരു 7 മണി 7:30 ആകുമ്പോ ഇവിടുന്ന് പോയാ മതി. എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. അതിനെന്താ, ഞാൻ നിക്കാം.